ബോധഗയ ഇപ്പോൾ അസാധാരണ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. രാജ്യമെങ്ങു നിന്നും നൂറുകണക്കിന് ബുദ്ധരാണ് ദിവസവും ബോധഗയയിൽ എത്തുന്നത്. ഈ വരവ് ഇപ്പോൾ തീർത്ഥാടനത്തിനല്ല, പ്രക്ഷോഭത്തിനാണ്. ബോധഗയയുടെ നിയന്ത്രണം ആവശ്യപ്പെട്ട് അങ്ങ് ചൈനീസ് അതിർത്തിയായ ലഡാക്ക് മുതൽ മുംബൈയിലും മൈസൂരുവിലും വരെ പ്രകടനങ്ങൾ നടക്കുകയാണ്. 2011 സെൻസസ് അനുസരിച്ച് രാജ്യത്ത് 84 ലക്ഷം ബുദ്ധരാണുള്ളത്. മറ്റു മതവിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബുദ്ധമതത്തിലെ എല്ലാവരും സജീവ സന്നദ്ധ പ്രവർത്തകർ കൂടിയാണ്. ഇവരെല്ലാവരും പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്ന സ്ഥിതി വരും എന്നാണ് ബുദ്ധിസ്റ്റ് ഫോറം നൽകുന്ന മുന്നറിയിപ്പ്. സമീപകാലത്ത് ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം ഹിന്ദു ആരാധനാ രീതിയിലേക്ക് മാറ്റാൻ നടത്തുന്ന നീക്കങ്ങളാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിന് പിന്നിൽ. ബുദ്ധമത വിശ്വാസികളുടെ ആചാരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമം എന്നാണ് പരാതി. ബുദ്ധ ആരാധനകളും അടയാളങ്ങളും എഴുത്തുകളും എല്ലാമുള്ള പ്രത്യക്ഷത്തിൽ തന്നെ ബുദ്ധവിഹാരമായ പ്രദേശം തിരിച്ചു പിടിക്കാനാണ് ബുദ്ധ സന്യാസിമാരുടെ പ്രക്ഷോഭം. എല്ലാവർക്കും അഭികാമ്യമായ ഒരു തീർപ്പ് സാധ്യമല്ല എന്നതാണ് ഇതുയർത്തുന്ന പ്രതിസന്ധി.